വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ ഉറുമ്പ് കടിയേറ്റ് 2 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ പരാതിയുമായി മാതാപിതാക്കൾ. ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണ് കുഞ്ഞ് മരിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ജോർജിയയിലാണ് കഴിഞ്ഞ ഒക്ടോബർ 7-ന് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മായ ഗെറ്റാഹൂൺ എന്ന 2 വയസ്സുകാരിക്ക് ഉറുമ്പ് കടിയേൽക്കുന്നത്. കുട്ടിയുടെ മാതാപിതാക്കളായ ബെഥൽഹേം ഗെറ്റുഹണ്ടിയും ഗെറ്റാഹൂൺ ബിർഹാനുവും ചേർന്ന് മായയെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് കുട്ടിയെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തതാണ്. ജോർജിയയിലെ സ്നെൽവില്ലയിലുള്ള പീറ്റ്മോണ്ട് ഈസ്റ്റ് സൈഡ് മെഡിക്കൽ സെന്ററിലാണ് കുട്ടിയെ പ്രവേശിപ്പിച്ചത്. ഈ ആശുപത്രിക്ക് നേരെയാണ് മാതാപിതാക്കൾ ഇപ്പോൾ നിയമ നടപടിക്കൊരുങ്ങുന്നത്. കഠിനമായ അലർജി നേരിടുന്നതിനുള്ള മരുന്നായ എപ്പിനെഫ്രിൻ നൽകാൻ ആശുപത്രി അധികൃതർ വൈകിയെന്നാണ് പരാതി. ആശുപത്രിയിൽ എത്തി 20 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് ജീവനക്കാർ ഈ മരുന്ന് കുട്ടിക്ക് നൽകിയത്. മായയ്ക്ക് ജീവൻ രക്ഷാ മരുന്ന് നൽകുന്നത് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ജീവനക്കാർ അത് നൽകാൻ വൈകിയത് തന്നെയാണ് മായയുടെ ജീവൻ അപഹരിച്ചതെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കളുടെ അഭിഭാഷകൻ വെളിപ്പെടുത്തുന്നത്. മരുന്ന് നൽകാൻ കാത്തിരിക്കും തോറും കുട്ടിയുടെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജീവനക്കാരുടെ കാലതാമസത്തിനു പുറമെ മായയെ ചികിത്സിക്കുന്ന ഡോക്ടർ റിച്ചീസ സലാസറിനെതിരെയും കുടുംബം ആരോപണം ഉന്നയിക്കുന്നു. ആശുപത്രിയിൽ കുഞ്ഞിനെ ചികിത്സിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലെന്ന് ഡോക്ടർക്ക് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഇക്കാര്യം മറച്ചുവെച്ചു എന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. കുഞ്ഞിന്റെ ശരീരം തുളച്ച് ട്യൂബ് വഴി മരുന്നും ഓക്സിജനും നൽകാൻ നോക്കുമ്പോഴായിരുന്നു അതിനുള്ള സംവിധാനവും ആശുപത്രിയിൽ ഇല്ലെന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത്. ഓക്സിജൻ ലഭിക്കാതെ മകൾ സാവധാനം മരിക്കുന്നത് മായയുടെ മാതാപിതാക്കൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു എന്നാണ് പരാതിയിൽ സൂചിപ്പിക്കുന്നത്. ഇൻകോർപ്പറേറ്റഡ് പീറ്റ്മോണ്ട് ഹെൽത്ത് കെയർ, പീറ്റ്മോണ്ട് ഈസ്റ്റ് സൈഡ് ഹോസ്പിറ്റൽ, ഇൻകോർപ്പറേറ്റഡ് ഈസ്റ്റ് സൈഡ് മെഡിക്കൽ സെന്റർ LLC, ഡോക്ടർ സലാസർ എന്നിവരെ കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രി ജീവനക്കാർ എപ്പിനെഫ്രിൻ നൽകുകയോ നേരത്തെ ഇന്റ്യൂബേറ്റ് ചെയ്യുകയോ ചെയ്താൽ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു എന്നാണ് കേസിൽ പറയുന്നത്. ആശുപത്രിക്കെതിരെ നേരത്തെ ഉണ്ടായ 2 കേസുകളിൽ ഡോക്ടർ റിച്ചീസ ലാസർ ഉൾപ്പെട്ടിട്ടുള്ളതായി പരാതിയിൽ പറയുന്നുമുണ്ട്. വെയ്മൻ സ്റ്റോറി എന്ന വ്യക്തിക്ക് 2021-ൽ അറ്റ്ലാന്റ മെഡിക്കൽ സെന്ററിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് പരിചരണം നൽകുമ്പോൾ ഉണ്ടായ മെഡിക്കൽ പിഴവിന് സലാസർ ഒരു കേസിൽ ഉൾപ്പെട്ടിരുന്നു. ഫയറൻസ് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം ഉറുമ്പാണ് കുട്ടിയെ കടിച്ചതെന്നാണ് പറയപ്പെടുന്നത്. മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന ഇവയെ പെട്ടെന്ന് കണ്ടെത്താനും കഴിയുകയില്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇവ കുട്ടികളെയും മറ്റും കടിച്ചാൽ ഗുരുതരമായ രീതിയിൽ അലർജി ഉണ്ടാകും എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.